എൻ്റെയും സച്ചുവിൻ്റെയും മിഥുനം ഹണിമൂണിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി മിഥുനം ഹണിമൂണിന് പറഞ്ഞ് കളിയാക്കിയ ആൾക്കാർ കമൻസിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ പേര്. എനിക്കാണെങ്കിൽ അത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞങ്ങൾ രണ്ടും കൂടെ ഇൻറ്റൻഷനലി അങ്ങനെ പ്ലാൻ ചെയ്തതാണ് ഫാമിലി ഒരുമിച്ച് പോകാന്നുള്ളത്. റിസപ്ഷൻ കഴിഞ്ഞിട്ട് 2 days എൻ്റെ ഫാമിലി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ദിവസം നമ്മൾ ഫുൾ ടൈം വർക്കലയിലാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ അവർ ട്രെയിൻ കയറി വീട്ടിൽ പോയി. ശരിക്കും എനിക്ക് അപ്പോഴാണ് എല്ലാവരും പോയല്ലോ എന്നൊരു ഫീലിംഗ് വരുന്നത്. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോൾ ഞാൻ കരഞ്ഞൊന്നുമില്ലായിരുന്നു, കാരണം എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ളത് റിസപ്ഷൻ കഴിഞ്ഞ് റിലേറ്റീവ്സ് എല്ലാം പോയപ്പോഴും എൻ്റെ ഫാമിലി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഇവരെ മിസ് ചെയ്തത് വർക്കലയിലെ കുറച്ച് ഫാമിലി മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം അവർ വന്ദേ ഭാരത് കയറി പോയപ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെയും സച്ചുവിൻ്റെയും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. 8 years ഞങ്ങൾ ആകെ കണ്ടിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. അതായത് വർഷത്തിൽ ഒരിക്കൽ വിരലിലെണ്ണാവുന്ന അത്രയും പ്രാവശ്യമൊക്കെ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ആൾ ആർമിയിലാണ്, ഞാനിവിടെ നാട്ടിലാണ്. പിന്നെ ആൾ ലീവ് കിട്ടി ആളുടെ നാട്ടിലോട്ട് വരുമ്പോൾ അതാണെങ്കിൽ ട്രിവാൻഡ്രം, എൻ്റെ നാടാണെങ്കിൽ എറണാകുളം. അപ്പോഴും നമ്മൾ ലോങ് ഡിസ്റ്റൻസ്, എപ്പോഴും നമ്മൾ ലോങ് ഡിസ്റ്റൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ 8 കൊല്ലം പ്രണയിച്ചത് ശരിക്കും ഫോണിലൂടെയാണ്. കാര്യം ഞങ്ങൾ ഡിഗ്രിയുടെ ഇടയിൽ വെച്ചാണ് പ്രണയം സ്റ്റാർട്ട് ചെയ്തതെങ്കിലും നമ്മൾ ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പിലായിട്ട് ഒരു 2 weeks ഒക്കെ ആൾ കോളേജിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആർമിയിലോട്ട് പോയി. അങ്ങനെ ഒരു പ്യുവർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇപ്പോൾ കല്യാണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം ഒരുമിച്ചുള്ള സമയങ്ങൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ ഒരുമിച്ചുണ്ടെന്നുള്ളത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിച്ചയൊക്കെ നോക്കുമായിരുന്നത് സ്വപ്നമാണോ എന്നുള്ളത്. ആരോ ഒരിക്കൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 8 വർഷം നിങ്ങൾ എന്തിനാണ് കാത്തിരുന്നത്, നേരത്തെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. ആക്ച്വലി പ്രണയിക്കുന്ന സമയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു. നമ്മളത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കല്യാണ പ്രായം എന്ന് പറയുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് അത്യാവശ്യം മെച്യൂരിറ്റി ഒക്കെ വന്ന്, ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് കല്യാണം ഒറ്റയ്ക്ക് നടത്തണം എന്നൊക്കെ ആയിരുന്നു. ഫിനാൻഷ്യലി അതെല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു പാങ്ങിലേക്ക് ഞാൻ എത്തണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. ആളായാലും അങ്ങനെ തന്നെയാണ്. ഫിനാൻഷ്യൽ കാര്യത്തിലാണെങ്കിലും ഫാമിലികൾ തമ്മിലുള്ള ഒരു ഒരുമയുടെ കാര്യത്തിലാണെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ മെച്യൂരിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാം എന്നൊരു തീരുമാനം എടുത്തത്.